വെൽക്കംസ് ടു അങ്കിൾസ് കിച്ചൺ ഫോർ യുവർ ഗുഡ് ഹെൽത്ത് ഫോർ വെൽത്ത്. നമ്മൾക്ക് ഒരു വെജിറ്റബിൾ പ്രിപ്പയർ ചെയ്യാം, ഹൈലി ന്യൂട്രീഷ്യസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ്. അത് നമ്മുടെ പറമ്പിലുള്ള വാഴച്ചുണ്ടാണ്. എല്ലാ വാഴയുടെയും വാഴച്ചുണ്ട് എടുക്കാനൊക്കത്തില്ല. ഞാനിപ്പൂവൻ, നേന്ത്രൻ, വളയന്തോടൻ ഇതൊക്കെ എടുക്കാം. വാഴച്ചുണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഈ ഭാഗത്തെ കട്ടിയുള്ള ഭാഗം എടുക്കരുത്, അത് ചിലപ്പോൾ കഴിക്കും. ഇത് നല്ലവണ്ണം കുത്തിപ്പിടിക്കുക. അതിലേക്ക് വേണ്ടത് 100 ഗ്രാം പയർ കുതിർത്ത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെറുപയറോ വൻപയറോ എന്തും എടുക്കാം. പയർ കുതിർത്തത് ഒരു കുക്കറിലിട്ട് 2 വിസിലടിക്കണം. 2 വിസിൽ. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ ജീരകം ഇടണം. ജീരകം ഇട്ടു. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഏത് പയർ ബോയിൽ ചെയ്യുമ്പോഴും ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം. ഈ കൂമ്പ് നല്ലവണ്ണം കുത്തിപ്പിടിക്കുക. സവാള കുത്തിയരിയുക. തോരൻ വയ്ക്കുമ്പോൾ എപ്പോഴും ചൂട് കട്ടിയുള്ള പാത്രം വെക്കണം, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കൂമ്പ് തോരൻ വെക്കാനായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കും. ഞാൻ പുഴുക്കലരി കടുകിന് പകരം പുഴുക്കലരി ആയിരുന്നു. കറിവേപ്പില ഒരു തണ്ട് പതറി കൊടുക്കുക. തീരെ സിമ്മി വെക്കുക. അരിഞ്ഞു വെച്ച കൂമ്പ്, നമ്മുടെ ഇതാണ് അരിഞ്ഞ കൂമ്പ്, ഇതുപോലെ കൊത്തിപ്പിടിക്കണം. അത് അങ്ങോട്ടിട്ട് കൊടുക്കുക. കൂമ്പ്, പുഴുങ്ങിയ വൻപയർ അതും ആ കൂമ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. 2 പ്രാവശ്യം ഇടേണ്ടി വരും. തേങ്ങയ്ക്കകത്തും വേണം, അല്ലാതെ പയർ പുഴുങ്ങുമ്പോഴും ഇവ രണ്ടും ചേർക്കണം. 1/4 ടീസ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി, പിന്നെ നമുക്കിതിന് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക. 5 മിനിറ്റ്. ഫ്ലെയിം എപ്പോഴും സ്വിമ്മിലിടണം. നമുക്കിനി തേങ്ങ 1/4 കപ്പ് ഉള്ളി ചെറുതായി കരിഞ്ഞത്, തേങ്ങായും 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, ഇതിലേക്ക് നമുക്ക് നല്ലതവണ്ണം തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും തോരൻ്റെ തേങ്ങാക്കൂട്ടിടാം. അത് നല്ലതുപോലെ ഇളക്കി അടച്ച് 5 മിനിറ്റ് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സിമ്മിലായിരിക്കണം, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തോരൻ അടുക്കി പിടിക്കും പാത്രത്തിൻ്റെ. കാര്യം വെള്ളം തീരെ കുറച്ച് ആണ് നമ്മൾ ഈ തോരൻ എടുക്കുക. അതിനോട് നല്ല പേര് വന്നത് തന്നെ തോർന്നിരിക്കും, തോരൻ. ഓക്കെ, നമുക്ക് അടച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് സിമ്മിൽ. തോരൻ റെഡി ആയിട്ടുണ്ട്. തോരൻ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം. പാത്രത്തിൻ്റെ അടിയിൽ തോരൻ അല്ല, ഏതാഹാര സാധനം പിടിച്ചാലും പിന്നെ ആൾക്കാർ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതിൻ്റെ ഒരു മിനറലോ വിറ്റാമിനോ യാതൊരു പ്രയോജനം, വെറുതെ കഴിക്കാമെന്നേ ഉള്ളൂ. ഇതേതുപോലെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ. തോരൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യണം. വളരെ ഗുണമുള്ളതാണ്.